ആയുബും അക്രമും ചേട്ടനും അനുജനുമാണ്. ആയുബിന് അൽവ പൊറോട്ട കടയുണ്ട്. അക്രം ഇതുവരെ ഒരു ജോലിക്ക് പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കും. ഇത് വാങ്ങിക്കാം മോളെ. ബസാറിൽ നിനക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് വാങ്ങിയിരിക്കുകയാണ്. ഡ്രസ് വളരെ നന്നായിട്ടുണ്ട്. വില അധികമായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഒരുപാട് കാശ് എവിടെ നിന്നാണ്? അതൊന്നും നീ ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ജീവിതത്തിൽ കുറുക്ക് വഴിയാണ് നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ പൈസക്കാരനാവും. അപ്പോഴാണ് ആയുബ് വീട്ടിലേക്ക് വന്നത്. കുറുക്ക് വഴി കൊണ്ട് നീ വേഗം തന്നെ പൈസക്കാരനാവാൻ പറ്റും. പക്ഷെ ആ പൈസ കൊണ്ട് നിനക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ല അനിയ. ഇത് നോക്ക്, നീ എപ്പോഴും ഇതുപോലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര സത്യമായിട്ട് നിൽക്കുന്നത് നിനക്ക് എന്താ കിട്ടിയത്? ഞാൻ വേഗമായിട്ട് തന്നെ പൈസക്കാരനാവണം. അക്രം എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ ചേട്ടന്റെ വായടച്ചു കളയും. ആയുബിന്റെ ആലോചന ശരിയാണ്. പക്ഷെ അവൻ ജീവിതത്തിൽ എപ്പോഴും നേരെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആയുബ് വളരെ നല്ലവനാണ്. അവൻ എപ്പോഴും നല്ല സാധനങ്ങൾ വാങ്ങിയാണ് തന്റെ പൊറോട്ട ചെയ്യുന്നത്. ഇവിടെ നോക്ക് അയ്യൂബ് ഭായ്, വില കുറവുള്ള റവ, മൈദ, എണ്ണ നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ ലാഭവും വളരെ കൂടുമല്ലോ. എന്തിനങ്ങനെ വില കൂടിയ സാധനം വാങ്ങിയിട്ട് നീ കഷ്ടപ്പെടുന്നത്? പറയൂ. കാരണം എന്റെ കസ്റ്റമേഴ്സിന്റെ ആരോഗ്യം നന്നായിട്ടുണ്ടാവണം. കാരണം എന്റെ ജോലി ഞാൻ നേരിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ നിന്റെ ഇഷ്ടം. ഇതാ ഈ വില വരുന്ന സാധനങ്ങളൊക്കെ. ആയുബ് ഒരിക്കലും തന്റെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അവൻ ജനങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആയുബിന്റെ അൽവ പൊറോട്ട കട മാർക്കറ്റിലാണുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഈ കടയിലായിരിക്കും കാണുക. അങ്കിൾ, എനിക്കൊരു പ്ലേറ്റ് പാർസൽ ചെയ്തോളൂ. എനിക്ക് 1/2 കിലോ പാർസൽ തരൂ. ആയുബ് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അൽവ പൊറോട്ട കൊടുത്തുകൊണ്ടേയിരിക്കും. കസ്റ്റമേഴ്സിനും അവന്റെ അൽവ പൊറോട്ടയുടെ സ്വാദ് ഒരുപാട് ഇഷ്ടമാണ്. ഇതാ ഫാത്തിമ, ഈ മാസത്തിന്റെ വരുമാനം ഇതാണ്. ഇത് പോയ മാസത്തെക്കാളും കുറച്ചല്ലേ ഉള്ളത്? അതെ, ഈ മാസത്തിന്റെ എണ്ണയുടെ വിലയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് വരുമാനം കുറവായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അൽവ പൊറോട്ടയുടെ വില അധികരിക്കാമല്ലോ. ഇല്ല ഫാത്തിമ, ഞാൻ വില കൂട്ടി കഴിഞ്ഞാൽ പിന്നെ കുറെ പേർക്ക് അൽവ പൊറോട്ട കഴിക്കാനും പറ്റില്ല. പക്ഷെ അത് കാരണം നമുക്ക് കഷ്ടം തോന്നുന്നല്ലോ. ഒരു കുഴപ്പം വരില്ല. അക്രം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് നോക്കൂ ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ നല്ലതിനെ പറ്റി നിങ്ങൾ ആലോചിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. പറ്റിയാ നീ എന്നെ പോലെ തന്നെ നല്ലവനായിട്ട് നിൽക്കാൻ നോക്കൂ. ഇല്ല ഇല്ല ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ നല്ലത് നിങ്ങൾ തന്നെ വെച്ചോളൂ. ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. ഞാൻ കുറുക്ക് വഴിയിൽ വേഗം തന്നെ പണക്കാരനാവാൻ പോവാണ്. പക്ഷേ നിന്നെ കൊണ്ട് ആർക്കും കഷ്ടം വരാതെ നീ നോക്കിക്കൊള്ളണം. 2 സഹോദരങ്ങളുടെയും ആലോചന വ്യത്യസ്തമായിരുന്നു. ഒരുത്തൻ സ്വന്തം നല്ലത് മാത്രം നോക്കി, മറ്റൊരുത്തൻ മറ്റുള്ളവരുടെ നല്ലതും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമയ്ക്ക് ഒരു ഫോൺ വന്നു. അവൾ കരയാൻ തുടങ്ങി. എന്തു പറ്റി ഫാത്തിമ? ചേട്ടത്തി പറയൂ, എന്തു പറ്റിയെന്ന്? എന്റെ കുഞ്ഞമ്മ ജീവിച്ചിരിപ്പില്ല. യാ അല്ലാ, അവര് ആത്മശാന്തി അടയട്ടെ. വരൂ, നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അക്രം, നിന്നെ കൊണ്ട് എന്റെ കട കുറച്ച് നാൾ നോക്കാൻ പറ്റുമോ? ശരി ചേട്ടാ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ കടയും മൂടിയാൽ നമുക്ക് കുറച്ച് കഷ്ടമാവും. ഞാൻ നോക്കിക്കോളാം. നല്ല കാര്യം. പിന്നെ നന്നായിട്ട് ആലോചിച്ചോ, നല്ല ക്വാളിറ്റി ആയുള്ള സാധനങ്ങളാണ് നീ വാങ്ങേണ്ടത്. അധികം കെമിക്കലായ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. ശരി ഏട്ടാ, ഞാൻ ഓർമ്മിച്ചോളാം. ആയുബ് തന്റെ ഭാര്യ ഫാത്തിമയോടൊപ്പം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. മറുവശത്ത് അക്രം ആ ഹൽവ പൊറോട്ട കട നോക്കി നടത്തി. ചേട്ടാ, ഒരു 1/2 കിലോ പാക്ക് ചെയ്യൂ. ശരി ചേച്ചി. ഇവിടെ വേറെ ഒരാളുണ്ടാവല്ലോ, അദ്ദേഹം എവിടെ? അയ്യൂബായി നാട്ടിൽ പോയിരിക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ശരി, നിങ്ങൾ എനിക്ക് 1/2 കിലോ ഹൽവ പൊറോട്ട പാക്ക് ചെയ്ത് വെക്കൂ. ശരി ചേട്ടാ. അക്രം ഹൽവ പൊറോട്ട ചെയ്ത് വിറ്റുകൊണ്ടേയിരുന്നു. ഇതുപോലെയാണ് ദിവസവും അക്രം അൽവ പൊറോട്ട വിറ്റുകൊണ്ടിരുന്നത്. പിന്നീട് അവൻ ഒരു ദിവസം നോക്കിയപ്പോൾ എണ്ണ ബോട്ടിൽ തീർന്നുപോയി. നാളെ രാവിലെ വരുന്ന മുമ്പേ സാധനങ്ങളൊക്കെ വാങ്ങിയേക്കണം. വൈകുന്നേരത്തിനകത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തീർന്നുപോയി. അന്ന് വൈകുന്നേരം അക്രം ഹോൾസെയിൽ കടയിലേക്ക് പോയി. 15 ലിറ്റർ ഓയിൽ ഡബ്ബ ചേട്ടാ എടുത്തു തരൂ. 200 റുപ്യന്റെ ഓയിൽ ലിറ്റർ വേണോ അല്ലെങ്കിൽ 100 റുപ്യന്റെ ഓയിൽ ലിറ്റർ വേണോ? എന്താ ചേട്ടാ വിലയിൽ ഇത്രയും വ്യത്യാസം? നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ വില 200 റുപ്യാണ്. ക്വാളിറ്റി ഇല്ലാത്തതിന്റെ എണ്ണ 100 റുപ്യാണ്. അക്രം എപ്പോഴും കാശിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവൻ ഒന്നും ആലോചിക്കാതെ 100 റുപ്യന്റെ എണ്ണ തന്നോളൂ. എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വീട്ടിലുണ്ടാക്കാൻ പോകുന്നില്ല. ഇതാ ചേട്ടാ. വേറെ എന്തെങ്കിലും വേണോ ചേട്ടാ? റവ 10 കിലോ, മൈദ 10 കിലോ, പിന്നെ കളർ ഡബ്ബാവും പിന്നെ ചക്കരയും 10 കിലോ. എല്ലാം സാധാ ക്വാളിറ്റി തന്നോട്ടെ. ഹാ. അക്രം സാധാരണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി.
പിന്നെ ദിവസത്തെയും പോലെ അവൻ അവന്റെ കട തുറന്നു. പിന്നെ കസ്റ്റമേഴ്സ് എന്നത്തെയും പോലെ വന്നു. എനിക്ക് 1 കിലോ അൽവ പൊറോട്ട തന്നേക്ക്. അൽവ കുറെ ഇടണം ചേട്ടാ. എനിക്ക് 1/2 കിലോ തരൂ. ശരി. അക്രം എല്ലാവർക്കും ഹൽവ പൊറോട്ട നൽകിക്കൊണ്ടിരുന്നു. അവൻ വളരെ സന്തോഷവാനായിരുന്നു, കാരണം അവന്റെ വരുമാനം അധികരിച്ചു. ഇന്നത്തെ വരുമാനം കുറെ വന്നിട്ടുണ്ട്. ചേട്ടൻ ഇതേപോലെ കുറെ വരുമാനം പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത്രയും സത്യസന്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നത്? പിന്നെയുള്ള കുറച്ചു ദിവസങ്ങളിൽ അക്രം സാധാരണ വസ്തുക്കൾ വെച്ചാണ് ഹൽവ പൊറോട്ട ചെയ്ത് വിറ്റത്. പിന്നീട് പെട്ടെന്ന് അവന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടം കുറഞ്ഞുപോയി. 2 ലേഡീസ് അവന്റെ കടയിലേക്ക് വന്നു. 1/2 കിലോ ഹൽവ പൊറോട്ട തരൂ. അറിയാമോ, ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഇതുപോലെ ഒരു വലിയ ലൈൻ നിൽപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടാ എനിക്കറിയില്ല. എല്ലാവർക്കും വയറുവേദനയാണെന്ന് പറയുന്നു. ഡോക്ടർ പറഞ്ഞത്രേ ഇത് ഫുഡ് പോയ്സണിംഗ് കൊണ്ടാണ് ഉണ്ടായതെന്ന്. ഇവിടെ എന്തിനാ നിങ്ങൾ കഴിക്കാൻ വന്നത്? ഇത് കേട്ട് അക്രം ഒന്ന് പേടിച്ചുപോയി. കുറെ ദിവസങ്ങളായി അവൻ സാധാരണ വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ എന്നെ കൊണ്ടാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പോലീസ് വന്ന് നമ്മൾ പിടിച്ചുകൊണ്ടുപോയല്ലോ. ഹേ അല്ലാ. അവൻ വളരെ കുഴപ്പത്തിലായിരുന്നു. ആ ഫുഡ് പോയ്സണിംഗ് താൻ കാരണമായിരിക്കുമോ സംഭവിച്ചതെന്ന് വിചാരിച്ച് അവൻ ഒരുപാട് വിഷമിച്ചു. അവൻ പെട്ടെന്ന് അവന്റെ ചേട്ടന് ഫോൺ ചെയ്തു. ചേട്ടാ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്താണ്? ഞാൻ നിങ്ങളുടെ സംസാരം കേൾക്കാതെ ഞാൻ എല്ലാം സെക്കൻഡ് ക്വാളിറ്റിയാണ് വാങ്ങിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത അൽവ എല്ലാവരും കഴിച്ചിട്ട് ഗ്രാമത്തിലുള്ളവർ എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആയിട്ടുണ്ട്. എന്ത്? ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കൂ. ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടില്ലേ, നിന്നെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും സൂക്കേട് വന്നിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് ചെയ്തു പോയി. ഇപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? ആദ്യം അവിടെയുള്ള എല്ലാ സാധനവും തൂക്കി പുറത്തേക്കിട്. പിന്നെ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്ന നിനക്കൊന്നും ആവാൻ പാടില്ല എന്ന്. ശരി ശരി ചേട്ടാ. അക്രം എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. അവന് പശ്ചാത്താപം തോന്നി. ഇനി തൊട്ട് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. ഇനി ഞാൻ ചെയ്യുമില്ല. എന്റെ അത്യാഗ്രഹം കൊണ്ട് കുറെ ജനങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ കുറുക്ക് വഴിയിൽ കാശ് നോക്കില്ല. അത്യാഗ്രഹം പാടില്ല. അക്രമിന്റെ ആലോചന മൊത്തം മാറി. ഇപ്പോൾ അവൻ വളരെ നല്ലവനായി. എപ്പോഴും കാശിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആ അക്രം ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ദുആ ചെയ്യാൻ തുടങ്ങി. അവന്റെ തെറ്റ് അവന് മനസ്സിലായി. ഫുഡ് പോയ്സണായ എല്ലാരും പെട്ടെന്ന് തന്നെ ഗുണമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥ മുംബൈയിലെ ബിണ്ടി ബസാറിലെ കഥയാണ്. അബി തന്റെ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. അച്ഛാ, നിങ്ങൾ വരുമ്പോ എനിക്ക് ചോക്ലേറ്റ് വായും കൊണ്ടുവരണം. എനിക്ക് ഉപ്പ് ബിസ്ക്കറ്റും വേണം. ശരി മോളെ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ വരുന്നവരെ നിങ്ങൾ അമ്മേനെ വിട്ടിട്ട് എവിടെയും പോകാൻ പാടില്ല. പ്രോമിസ് ചെയ്യൂ. ശരി അച്ഛാ, ഞങ്ങൾ അമ്മേനെ തീർച്ചയായിട്ടും വിട്ടിട്ട് പോവില്ല. ശരി. അലിയെയും ഹീരയും ഹബീബിനും റുക്സാനയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ നില കുറച്ച് മോശമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അവരുടെ കുട്ടികളെ അവർ നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അലിയെയും ഹീരയും അവര് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തത്. നന്നായിട്ട് പഠിക്കണേ. ശരി അമ്മേ, ബൈ. ബൈ ബൈ അമ്മേ. റുക്സാന വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം ടിഫിൻ ചെയ്ത് വിൽക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ സംരക്ഷണയിൽ ഹബീബും സഹായിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഹബീബ് വളരെ വിഷമിച്ച് വീട്ടിലെത്തിച്ചേർന്നു. എന്താ ഉണ്ടായേ? എന്നെ ജോലി വിട്ട് അവർ നീക്കി കളഞ്ഞു. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? കമ്പനീന്റെ വരുമാനം വളരെ കുറവായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്നെ കൂടെ ചേർത്ത് ഇന്നും കുറച്ച് ജോലിക്കാരെ അവർ ജോലി വിട്ട് നീക്കി കളഞ്ഞു. യാ അല്ലാ, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേറെ ജോലി കിട്ടും. അല്ലാഹു എല്ലാം നോക്കിക്കോളും. അടുത്ത ദിവസം തന്നെ ഹബീബ് വേറെ ജോലി അന്വേഷിക്കുന്നതിന് ഓരോരോ കടകൾ കയറിയിറങ്ങി, രാവിലെ മുതൽ വൈകുന്നേരം. പക്ഷെ അവന് എവിടെയും ഒരു ജോലിയും ലഭിച്ചില്ല. അല്ല ദൈവമേ, എന്നെ സഹായിക്കൂ. എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ കുടുംബം സഹായിക്കുക? കുട്ടികളുടെ സ്കൂളും ഫീസ് കെട്ടണമല്ലോ. കുറച്ച് ദിവസത്തിലെ റംസാനും വരുന്നുണ്ടല്ലോ. ഈ നേരത്തിലാണോ എനിക്ക് ഇങ്ങനത്തെ ഒരു കഷ്ടം തരേണ്ടത്? ഹബീബ് തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു, അവന് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും. വീട്ടിലെ റുക്സാനയും ഇത് തന്നെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ഹബീബ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തായി പോയിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടിയോ? ഇല്ല. കുറെ കടയിലും കമ്പനിയിലും ഞാൻ ജോലി ചോദിച്ചു. എവിടെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. എല്ലാ സ്ഥലത്തും എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു വിട്ടയച്ചു. വിഷമിക്കണ്ട, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി കിട്ടും. റുക്സാനയും ഹബീബും ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു. വീട് എങ്ങനെ നടത്തും?
കുട്ടികളുടെ ഫീസിന് നമ്മൾ എന്ത് വഴി കണ്ടെത്തും? ഇതെല്ലാം ഓർത്ത് അവർ രണ്ടുപേരും വിഷമിച്ചു. പിറ്റേ ദിവസം ഹബീബ് കമ്പനിയിലേക്ക് ജോലി തേടി പോയി. സാർ, നിങ്ങളടുത്ത് എന്തെങ്കിലും സെയിൽസ്മാൻ്റെ ജോലിയുണ്ടോ സാർ? ഇല്ല, ഇവിടെ വേക്കൻസി ഒന്നുമില്ല. ശരി സാർ. ഹബീബിന് ഭയങ്കര നിരാശ തോന്നി. അവൻ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നു. എല്ലാ സ്ഥലത്തും ഞാൻ നോക്കി, എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും വ്യാപാരം തുടങ്ങിയാലോ? എന്ത് വ്യാപാരം? ഇനി കുറച്ചു ദിവസത്തിനുള്ള റംസാൻ വരും. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാം. റംസാന് വിശിഷ്ടപ്പെട്ട എന്തെങ്കിലും. റംസാൻ സമയത്ത് സേമിയ നല്ല ബിസിനസ്സാണ്. പിന്നെ എനിക്ക് സേമിയ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ആ ബിസിനസ് ചെയ്താൽ ഇത്തിരി കാശും വരും. സ്കൂളിന്റെ ഫീസ് കെട്ടാനുള്ള ശരിയായ നേരത്തെ നമുക്ക് കിട്ടിക്കഴിയും. അതെ. അങ്ങനെ പിറ്റേ ദിവസം റുക്സാന വീട്ടിൽ സേമിയ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഇത്രയും കുറെ സേമിയ ഉണ്ടാക്കണോ? ചിലരൊക്കെ സാധാരണ രീതിയിലുള്ള സേമിയം വാങ്ങും. പിന്നെ ചിലരൊക്കെ മസാലയുള്ളതും, പിന്നെ ചിലര് പുളിപ്പുള്ളത്, പിന്നെ ചിലര് ഉപ്പുള്ളത്. അതാണ് എല്ലാ രീതിയിലുള്ള സേമിയം ചെയ്യുന്നത്. നല്ലത് തന്നെ. ഞാനും നിന്നെ വന്നിട്ട് സഹായിക്കാം. അമ്മേ, ഞങ്ങള് സഹായിക്കാം കേട്ടോ. അതെ, ഈ സമയത്ത് നിങ്ങളെല്ലാം ഇതെല്ലാം പഠിച്ചോ കേട്ടോ. അബിയും കുടുംബവും അങ്ങനെ സേമിയം ചെയ്യാൻ ആരംഭിച്ചു. അതിനുശേഷം ഹബീബ് ബസാറിൽ ഒരു കട ആരംഭിച്ചു. സേമിയം വിൽക്കുന്ന കട. സഹോദരാ, ഈ സേമിയം എത്രയാണ്? ചേച്ചി, കിലോന് 100 രൂപയാണ്. നല്ലതല്ലേ? തീർച്ചയായും. ഇന്നലെ രാത്രിയാണ് ചെയ്തത്. ശരി, 2 കിലോ തരൂ. ആദ്യ ദിനം തന്നെ ഹബീബിന്റെ കടയിൽ നിന്നും ചിലർ സേമിയം വാങ്ങിയിട്ട് പോയി. ഇന്നലെ മൊത്തം 10 കിലോ സേമിയാണ് വിറ്റത്. ഇത് നല്ലൊരു തുടക്കമാണല്ലോ. എനിക്ക് വിശ്വാസമുണ്ട്, വ്യാപാരം എന്തായാലും തീർച്ചയായിട്ടും നന്നായിട്ട് നടക്കുമെന്ന്. അതെ, തീർച്ചയായും. ഹബീബിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. പക്ഷെ റുക്സാന സന്തോഷിച്ചു. അവളെ സംബന്ധിച്ച് ഇത് നല്ലൊരു തുടക്കമായിട്ട് തോന്നി. പിറ്റേ ദിവസം ഹബീബ് ബസാറിൽ പോയി തന്റെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഇന്നത്തെ ദിവസം ഒരുപാട് കസ്റ്റമേഴ്സ് അവന്റെ കടയിൽ നിന്നും സേമിയം വാങ്ങിച്ചു. അതെ സഹോദരാ, നിങ്ങളുടെ സേമിയം വളരെ നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നെനിക്ക് 2 കിലോ എക്സ്ട്രാ തരണം. ശരി ചേച്ചി. വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ സേമിയവും വിറ്റ് തീർന്നു. അവ സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നോക്ക് റുക്സാന, എല്ലാ സേമിയ നമ്മൾ വിറ്റ് കഴിഞ്ഞു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് സേമിയ ഉണ്ടാക്കി ഞാൻ. കുട്ടികൾ ഒരുപാട് സഹായിച്ചു. ഇതാ കുട്ടികളെ, ഇതാ പിടിച്ചോളൂ. ഹബീബ് 2 കുട്ടികൾക്കും ചോക്ലേറ്റ് കൊടുത്തു. രണ്ടുപേരും സന്തോഷിച്ചു. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം വീട്ടിലുള്ള എല്ലാവരും സന്തോഷിച്ചു. ആ ദൈവത്തിന്റെ ആശീർവാദം എപ്പോഴും നമുക്കുണ്ടാവും. അത് തീർച്ചയായും. പിറ്റേ ദിവസം മുതൽ ഹബീബ് എത്ര സേമിയം ബസാറിലേക്ക് കൊണ്ടുപോയാലും അതെല്ലാം ഉടനെ വിറ്റഴിഞ്ഞു പോകുമായിരുന്നു. എനിക്ക് 5 കിലോ ലെമൺ ഫ്ലേവർ വേണം. എനിക്ക് വെള്ള കളർ സേമിയം വേണം. ഹബീബ് എല്ലാവരെയും അഭിരുചിക്ക് അനുസരിച്ചുള്ള സേമിയം വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറയുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ സേമിയയും വിറ്റഴിഞ്ഞു പോകുമായിരുന്നു. വളരെ നന്ദിയുണ്ട് ദൈവമേ. ഇപ്പോൾ ഹബീബിന്റെ വരുമാനവും വർദ്ധിച്ചു. അവൻ ഒരുപാട് പണം കണ്ട് സന്തോഷിച്ചു. നമുക്ക് ഈ വ്യാപാരം വളരെ വിപുലമാക്കണം. ഞാൻ വിചാരിക്കുന്നത് ഇനി വേറൊരാളും കൂടി ജോലിക്ക് വെച്ചാലോ? തീർച്ചയായിട്ടും വെക്കാം. ഞാൻ അധികമായിട്ട് വിൽക്കാൻ വേണ്ടി വേറെ ശ്രമം നോക്കുകയാണ്. അതെന്താ? ഞാൻ കടക്കാരനോട് സംസാരിച്ചിട്ട് അവരെ കടയിൽ നമ്മൾ സേമിയ വിൽക്കാന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം കടക്കാരൻ നമ്മളെടുത്ത് സേമിയ വാങ്ങിയാൽ പിന്നെ അതിൽ വരുന്ന വരുമാനം പല മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. വാവ്, ഇത് നല്ലൊരു കാര്യമാണല്ലോ. ഹബീബിന്റെ റുക്സാനയുടെ മനസ്സിൽ പുതിയ ആശയം വന്നു. അവരുടെ വ്യാപാരം വലുതാക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം റുക്സാന ഒരു സ്ത്രീയെ ജോലിക്ക് ഏർപ്പാടാക്കി. ഇവിടെയാണെങ്കിൽ ഹബീബ് തന്റെ വ്യാപാരത്തെപ്പറ്റി കടക്കാരനോട് സംസാരിച്ചു. ചേട്ടാ, ഞങ്ങളുടെ സേമിയ വന്നിട്ട് വളരെ ശുദ്ധമുള്ള സേമിയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കടയിൽ വെച്ച് വിറ്റ് നോക്കൂ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കും. ശരി, എന്നാലും ഞാൻ കുറെ ഇപ്പൊ വാങ്ങില്ല. വിൽക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കുറെ വാങ്ങിക്കാം. തീർച്ചയായും. ഹബീബ് കടക്കാരന് കുറച്ച് സേമിയ എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കടകളെല്ലാം ഹബീബ് സേമിയം കൊണ്ടുപോയി കൊടുത്തു. അടുത്ത ദിവസം ബസാറിൽ ഹബീബ് സേമിയം വിറ്റുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കടക്കാരന്റെ അടുത്തു നിന്നും അവന് ഒരു കോൾ വന്നു. പറയൂ ചേട്ടാ, വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരാം. ഹബീബ് കടകളെല്ലാം ഡെലിവറി ചെയ്യാൻ ആരംഭിച്ചു. അതുകൊണ്ട് കടയിൽ ഒരാളെ ജോലിക്ക് ഏർപ്പാടാക്കി. ഞാൻ വിചാരിച്ച പോലെ ഇല്ല.
നമ്മളെ കൊണ്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന്. ഇതെല്ലാം അള്ളാഹുവിന്റെ ആശീർവാദമാണ്, നമ്മളുടെ ദുആ കൊണ്ട് കിട്ടിയതാണ്. തീർച്ചയായിട്ടും നമ്മൾ എത്ര കാശുണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ റംസാൻ കഴിഞ്ഞതിന് ശേഷം പോലും നമുക്ക് തന്നെ സ്വന്തമായി കട ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ലാതെ നമുക്ക് രണ്ടുപേർക്കും ഒരു ഹോട്ടൽ തുറക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? അങ്ങനെയല്ലേ റുക്സാന? ആ പക്ഷേ നിങ്ങളെന്താ ചെയ്യുന്നേ? ഞാൻ നിനക്ക് ആ ഹോട്ടലിൽ ഒരു സഹായമായിട്ട് നിൽക്കും. അപ്പൊ ജോലി? ഇതിനു ശേഷം ഞാൻ എന്തിനാ ജോലിക്ക് പോകേണ്ടത്? ഇതിനു ശേഷം നമ്മളാണ് വേറെ ആർക്കെങ്കിലും ജോലി കൊടുക്കേണ്ടത്. ഹബീബിന്റെ റുക്സാനയുടെയും സേമിയ വ്യാപാരം നല്ല രീതിയിൽ വർദ്ധിച്ചു. അവർ രണ്ടുപേരും ആ സേമിയ വ്യാപാരം കൊണ്ട് വലിയ പണക്കാരായി. ആ പണം കൊണ്ട് അവർ പിന്നീട് ഒരു ഹോട്ടൽ ആരംഭിച്ചു. അങ്ങനെ റുക്സാനയുടെ എല്ലാ സ്വപ്നങ്ങളും നടന്നു. ഹബീബിന് ഇപ്പോൾ പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കേണ്ടതേയില്ല. അലിയുടെയും ഹീറയുടെയും സ്കൂൾ ഫീസ് അവർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അടച്ചു. ഹബീബും റുക്സാനയും പുതിയൊരു വീട് വെച്ച് താമസം മാറി. അവരെല്ലാവരുടെയും ജീവിതം മാറിമറിഞ്ഞു. ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിച്ചത് റുക്സാനയുടെ സേമിയം വിൽക്കുന്ന ആശയം കൊണ്ട് മാത്രമാണ്. റുക്സാനയുടെ സേമിയം മായാജാലം ചെയ്തു. ഗ്രാമത്തിലെ മാർക്കറ്റിൽ സുധാന്റെ ബക്കോട കടയുണ്ടായിരുന്നു. അദ്ദേഹം കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം വരാൻ തുടങ്ങും. എനിക്കൊരു പ്ലേറ്റ് ഓണിയൻ പക്കോട. എനിക്ക് ഉരുളക്കിഴങ്ങ് പക്കോട. സുധാൻ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്ക് 2 പ്ലേറ്റ് ഉള്ളി പക്കോടയും പിന്നെ 2 പ്ലേറ്റ് ഉരുളക്കിഴങ്ങ് പക്കോടയും. ഇതാ ചേട്ടാ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളടുത്ത് ദിവസം ഈ പക്കോട വാങ്ങുകയല്ലേ, കുറച്ച് പക്കോട ചേർത്തിട്ടു ചേട്ടാ. ചേട്ടാ, ഞാൻ അളവിനേക്കാളും കൂടുതൽ എന്റെ കുടുംബത്തിന് പോലും കൊടുക്കാറില്ല. ചേട്ടൻ വാങ്ങുകയാണ്, വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ശരി ശരി, തന്നേക്ക്. സുധാൻജിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുധയുണ്ടായിരുന്നു. എത്തിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. കേട്ടോ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവൾക്കൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തത്രേ. പക്ഷെ നിങ്ങളും ഉണ്ടല്ലോ, എനിക്കൊന്നും വാങ്ങി തരില്ല. അങ്ങനെയാണോ? പോയ മാസമല്ലേ നിനക്ക് ഞാൻ പുതിയ സാരി വാങ്ങി തന്നത്? അതെ അതെ, ഓർമ്മയുണ്ട്. അതും ഒരു സാധാരണ സാരി. സാധാരണ സാരിയോ ഞാൻ നിനക്ക് വാങ്ങി തന്നില്ലേ? നിങ്ങളെപ്പോലെ ഒരു കഞ്ചൂസായ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടേയില്ല. മാസം മാസം നിങ്ങൾ മാത്രം പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നു. ഒരേ ഒരു മാസം എനിക്കൊരു സാരി വാങ്ങി തന്നിട്ട് ഇത്രയും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് വാങ്ങിയാൽ എന്താ? പൈസ ഉണ്ടാക്കുന്നത് ഞാനല്ലേ. എന്തെങ്കിലും ചെയ്യൂ. സുധാൻജി സ്വഭാവത്തിൽ സ്വാർത്ഥനാണ്. അവൻ എപ്പോഴും അവനെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. സുധാൻജിയുടെ പക്കോട കട വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ലാഭവും ഒരുപാട് കിട്ടി. പെട്ടെന്നൊരു ദിവസം സുധാൻജിയുടെ കടയിലെ മുൻപിലായി മറ്റൊരു കട ഓപ്പൺ ചെയ്തു. ബൗരവിന്റെ ആലു പഫ് സ്റ്റാൾ. പുതിയ കട കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് അവിടേക്ക് പോകാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഇതെന്താണ്? ഇത് സിറ്റിയിൽ വിൽക്കുന്ന ഫേമസ് ആയ ഉരുളക്കിഴങ്ങ് പഫ്സ് ആണ്. സിസ്റ്റർ, നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ നിങ്ങൾ വീണ്ടും വേണം ചോദിക്കും. ശരി ചേട്ടാ, ഒന്ന് തരൂ. ഇപ്പൊ തന്നെ ഞാൻ തരാം. ഗൗരവ് അവൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് പപ്സ് നൽകി. അത് കഴിച്ചോൻ തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇത് നല്ല രുചിയുണ്ടല്ലോ, ഇനി ഞാൻ ദിവസവും ഇവിടെ ഒന്ന് കഴിക്കും. ഇനി മുതൽ ആരാ ആ പിശുക്കന്റെ കടയിൽ ചെന്ന് പക്കോട കഴിക്കുക? സുധാൻജിയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പക്കോടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് പപ്സ് കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സുധാൻജിയുടെ എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കടയിലേക്ക് വന്നു. ഇത് കണ്ടിട്ട് സുധാൻജി ഒരുപാട് വിഷമിച്ചു. ഈ ഉരുളക്കിഴങ്ങ് പപ്സ് ഈ നാട്ടില് പുതിയതാണ്. കുറച്ച് ദിവസത്തേക്ക് മറന്ന് എല്ലാവരും തിരിച്ച് എന്റെ പക്കോട കഴിക്കാൻ വരുമെന്ന് തോന്നുന്നു. സുധാൻജി അദ്ദേഹത്തെ അധികം തന്നെ സമാധാനപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ഗൗരവിന്റെ ഉരുളക്കിഴങ്ങ് പപ്സ് വളരെ നന്നായിരുന്നു. അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും അദ്ദേഹത്തിന്റെ കടയിലേക്ക് തന്നെ പോയി. ഈ ഉരുളക്കിഴങ്ങ് പപ്സുകാരൻ എന്റെ വ്യാപാരം തന്നെ നശിപ്പിച്ചല്ലോ. ഇവൻ എവിടുന്നാണ് വന്നത്? ഇവന് വന്നിട്ടില്ലെങ്കിൽ എന്റെ വ്യാപാരം നന്നായിട്ട് പോയേനെ. സുധാൻജി ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ ആ ഗൗരവിനെ അവിടെ നിന്നും തുരത്താമെന്ന്. ഗൗരവ് വളരെ സന്തോഷത്തോടെ ആയിരുന്നു, അവന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയതുകൊണ്ട്. എന്റെ രാമാ, നിനക്ക് വളരെ നന്ദിയുണ്ട്. എന്റെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു വെച്ചല്ലോ ദൈവമേ. ഗൗരവ് സ്വഭാവത്തിൽ വളരെ ദയാശീലമുള്ളവനാണ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവൻ അവന്റെ കടയിൽ നിന്നും ആലു പപ്സ് അവർക്ക് നൽകും. അവന്റെ പ്രവൃത്തികളൊക്കെ സുധാൻജി ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ വളരെ നല്ലവനായിട്ടുണ്ടല്ലോ. ഇവനെ വളരെ എളുപ്പം തന്നെ ഒരു വിഡ്ഢിയാക്കാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ അവന്റെ ഒരു സുഹൃത്തായിരിക്കണം.
ഇത് ആലോചിച്ചിട്ട് സുധാൻജി പതുക്കെ പതുക്കെ ഗൗരവിനോട് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ, എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് പഫ് വളരെ രുചിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും കഴിക്കാൻ തന്നൂടെ? ദോ ഇപ്പൊ തന്നെ തരാം. ഗൗരവ് സുധാജിക്ക് ഒരു പപ്സ് കൊടുത്തു. അത് സുധാൻജി കഴിച്ചു നോക്കി. എന്റെ അമ്മോ, ഇത് നല്ല രുചിയുണ്ടല്ലോ. അങ്ങനെ തന്നെ ഒരു പുതിയ ഐറ്റം കഴിച്ചോണ്ട് നല്ല രുചിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, എനിക്ക് അത് മതി. ഈ ഐറ്റം ഒക്കെ നിങ്ങൾ ഒരു വലിയ കട തുറന്നാണ് ചെയ്യേണ്ടത്. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ വലിയ കട തുറക്കാൻ വേണ്ടിയുള്ള കാശ് എന്റെ അടുത്തില്ല. ഞാനും അതുപോലെ കട തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് തന്നെ കട തുറക്കാം. 2 കൗണ്ടർ ഉണ്ടാവും. നിങ്ങൾ ഉരുളക്കിഴങ്ങ് പഫ് വിറ്റോളൂ, ഞാൻ എന്റെ പക്കോട വിറ്റോളാം. അങ്ങനെ വെച്ചാൽ പാർട്ട്ണർഷിപ്പാണോ? അതുപോലെ തന്നെ. ഞാൻ ഒരു വലിയ മാർക്കറ്റില് ഒരു കട കണ്ടുവച്ചിട്ടുണ്ട്. വാവ്, ശരിക്കും ഇതൊരു വലിയ കാര്യം തന്നെ. വലിയ മാർക്കറ്റില് നല്ല വ്യാപാരം നടക്കും. അതെ, അങ്ങനെ തന്നെ. ഞാനും കുറെ കാലമായിട്ട് ആള് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകുതി പണം അവരിടണം, എനിക്ക് പാർട്ട്ണറായിട്ട് ചേരണം. വലിയ മാർക്കറ്റില് വില എന്താണ്? അത് 6 ലക്ഷം റുപ്യ ഉണ്ടാവും. എന്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. ഇന്നും ഒരു 3 ലക്ഷം ആവശ്യമാണ്. ശരി, അത് ഞാൻ തരാം. നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടാ. സുധാൻജി ഗൗരവിനെ അദ്ദേഹത്തിന്റെ വലയിൽ വീഴ്ത്തി. ഗൗരവ് വീട്ടിലേക്ക് ചെന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്റെ ഭാര്യ ലതയോട് പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണ്. എന്റെ അടുത്ത് 1.5 ലക്ഷം റുപ്യ ഉള്ളൂ. ബാക്കിയുള്ള 1 ലക്ഷം റുപ്യക്ക് ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ സ്വർണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് നമുക്ക് പണയം വെക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം. ശരി, ഇത് നല്ല ആലോചന തന്നെയാണ്. ഗൗരവ് ലതയുടെ എല്ലാ സ്വർണവും കൊണ്ടുപോയി പണയം വെച്ചു. എന്നിട്ട് അദ്ദേഹം ബാങ്കിൽ ചേർത്ത് വെച്ചിരുന്ന കാശും എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ, പൈസക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ പൊന്നെ, എന്നാ നാളെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി സംസാരിക്കാം. എന്താ, ശരിയല്ലേ? ശരി ചേട്ടാ. ഗൗരവും സുധാൻജിയും ചേർന്ന് മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയി കാശ് നൽകി. പിന്നീട് മുതലാളി തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ സുധാൻജിയുടെ കയ്യിൽ നൽകി. അവസാനം നമ്മുടെ സ്വപ്നവും നിറവേറി കഴിഞ്ഞു. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ കടയിലേക്ക് പോട്. ഞാനിപ്പോ ഇവിടെയുള്ള മെയിന്റനൻസും പിന്നെ കൗണ്ടറൊക്കെ റെഡി ആക്കിട്ട് കൊണ്ടുവരാം. അതുവരെ ആ സന്തോഷത്തിൽ നീ അവിടെ കച്ചവടം ഉണ്ടാക്കൂല്ലേ? ശരി ചേട്ടാ. ഗൗരവ് അവിടെ നിന്നും കടയിലേക്ക് പോയിട്ട് അവൻ ഉരുളക്കിഴങ്ങ് പപ്സ് വിൽക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സുധാൻജിയുടെ പക്കോട കട മൂടി തന്നെ ഇരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗൗരവ് ആ കട നോക്കാനായി വന്നപ്പോൾ അവിടെ സുധാൻജി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പക്കോട വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ കടയിൽ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ, കൗണ്ടർ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ കൗണ്ടർ എവിടെ പോയി? ഏത് കൗണ്ടർ? എങ്ങനത്തെ കൗണ്ടർ? ഈ കട എന്റേതാണ്. ഇവിടെ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞങ്ങൾ എങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഈ കടയിലുള്ള പകുതി പൈസ ഞാനാണ് തന്നത്. അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ആധാരം നിന്റെ അടുത്തുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ. പൊയ്ക്കോ. ഗൗരവിന് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അവന്റെ മൊത്ത കാശും നഷ്ടപ്പെട്ടു പോയി. ഗൗരവ് കരഞ്ഞുകൊണ്ട് തന്നെ കാട്ടിനകത്തോട്ട് നടന്നു ചെന്നു. അയ്യോ എന്റെ ദൈവമേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഞാൻ ആലോചിച്ചതൊന്ന്, പക്ഷെ നടക്കുന്നത് വേറെയാണല്ലോ. ഇതിന് പകരം നിങ്ങൾ എന്നെ കൊന്നാൽ മതിയായിരുന്നു. ഗൗരവിന്റെ സങ്കടം കണ്ട് അവിടെ പെട്ടെന്നൊരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ഗൗരവ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലവനാണ്. നീ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആ നന്മയൊക്കെ നിന്നെ തീർച്ചയായും രക്ഷിക്കും. അതെങ്ങനെ? ഈ മരത്തിലുള്ള തുളയിൽ നീ കൈയിടൂ. അതിൽ നിന്നും കിട്ടുന്നതെല്ലാം നിനക്ക് തന്നെ സ്വന്തമാണ്. ശരി അമ്മേ. ഗൗരവ് ആ മരത്തിലുള്ള തുഴയിൽ കൈയിട്ടു. അവൻ അതിൽ നിന്നും ഒരു സ്വർണ്ണ കോയിൻ കിട്ടി. പിന്നീട് ഗൗരവ് ഒരുപാട് സ്വർണ്ണ കോയിനുകൾ എടുത്തു. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ സ്വർണം കൊണ്ട് എന്റെ ജീവിതം തന്നെ മാറിപ്പോവമ്മേ. ഓർമ്മ വെച്ചോളൂ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുള്ളൂ അമ്മേ. ഗൗരവ് ലതയുടെ സ്വർണങ്ങളൊക്കെ തിരിച്ചെടുത്തു. പുതിയ വീട് വെച്ചു. പിന്നെ സ്വന്തമായി പുതിയൊരു കടയും തുടങ്ങി. അവന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറി. മറ്റൊരു വശത്ത് സുധാൻജിയുടെ ചീത്ത ചിന്തകൾ കാരണം അവന്റെ വ്യാപാരം നല്ല രീതിയിൽ നടന്നില്ല. അവൻ ആ കട വിറ്റിട്ട് വീണ്ടും തന്റെ റോഡ് കടയിലേക്ക് തന്നെ പോയി. ഇതിൽ നിന്നും എന്തു മനസ്സിലായെന്നാൽ നമ്മൾ നല്ലത് വിചാരിച്ചാൽ നല്ലതേ നടക്കൂ, പിന്നെ ചീത്ത വിചാരിച്ചാൽ ചീത്തയും.